ദൗത്യത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇന്നലെ ഒരുപാട് പേരെ സുരക്ഷിതമായി മാറ്റുന്നത് നമ്മൾ കണ്ടിരുന്നു. സമാനതകളില്ലാത്തൊരു രക്ഷാദൗത്യം. ഇന്നത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മണ്ണിനടിയിലുള്ള തിരച്ചിലും ഉണ്ടാകും എന്നറിയുന്നു. അതിന് എന്തൊക്കെ സംവിധാനങ്ങളാണ് സജ്ജമാക്കുന്നത്? എന്തൊക്കെ വെല്ലുവിളികളാണ് അതിന് അഭിമുഖീകരിക്കേണ്ടി വരിക? ആക്ഷൻ പ്ലാൻ അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയോ? ഒപ്പം തന്നെ മരണസംഖ്യയുടെ കാര്യത്തിൽ 135 എന്ന കണക്കാണ് നമുക്ക് മുമ്പിലുള്ളത്. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ആശുപത്രികളിൽ നിന്നോ മറ്റോ ലഭ്യമായിരുന്നോ ശ്രീകാന്ത്? രജിത്ത്, സാധിച്ച കാഴ്ച ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒരു കാര്യം ഓർക്കണം, ഒരു ഗ്രാമത്തിലെ 135 പേരെയാണ് ഒന്നിരുട്ടി വെളുത്തപ്പോഴേക്കും റീജിത്ത് ഈ ഉരുൾപൊട്ടലിലൂടെ ഈ ജലമെടുത്തുകൊണ്ട് പോവുകയുണ്ടായത്. അത് എത്രത്തോളം അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഈ പ്രദേശത്തുള്ളവർ എത്രത്തോളം സമയമെടുക്കും എന്നുള്ളത് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. അതായത് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട ധാരാളം പേർ ഈ സ്ഥലത്ത്, ഈ ദുരന്ത ഭൂമിയിൽ, ഞാനിപ്പോൾ അതിനകത്താണ് നിൽക്കുന്നത്, ഈ ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും കാത്തു നിൽപ്പുണ്ട്. രാത്രിയിൽ ഇവിടെ നിൽക്കരുന്ന നിർദ്ദേശം മറികടന്നും അവരിവിടെ നിൽക്കുകയാണ്. കാരണം മണ്ണിനടിയിലോ ഈ തകർന്നു വീണ വീടുകൾക്കിടയിലോ ഒക്കെ തങ്ങളുടെ ഉറ്റവരാരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് അവർ. ഇന്ന് സൈന്യത്തിന്റെ കൂടുതൽ സംഘം ഇവിടേക്ക് എത്തും. ബാംഗ്ലൂരിൽ നിന്ന് കൂടുതൽ ബെയിലി പാലങ്ങളടക്കം, കൂടുതൽ പോർട്ടബിൾ പാലങ്ങളടക്കം ഇവിടേക്ക് കൊണ്ടുവരും. കാരണം കുലംകുത്തി ഒഴുകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പുഴയുള്ളത്. ഈ പുഴ കടന്ന് അക്കരെ പോയി മുണ്ടക്കൈ ഭാഗങ്ങളിലൊക്കെ തന്നെ വീണ്ടും തെരച്ചിൽ നടത്തേണ്ടതുണ്ട് സൈന്യത്തിന്. ഇന്ന് നടക്കാൻ പോകുന്ന തെരച്ചിൽ എന്ന് പറയുന്നത് റീജിത്ത് മണ്ണിളക്കിയുള്ള തെരച്ചിലാണ്. ഈ കോൺക്രീറ്റ് പാളികൾ, വലിയ ഉരുളൻ കല്ലുകളൊക്കെ തന്നെ അടർത്തി മാറ്റിക്കൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. അതിന് കാരണം ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഭൂമിക്കടിയിൽ പെട്ടുപോയിട്ടുണ്ടോ, മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ്. കാണാതായ നിരവധി പേരുണ്ട്, അവരുടെ പട്ടിക കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചുള്ള പരിശോധന നടക്കും. 6 മണിയോടുകൂടി എല്ലാ ദൗത്യ സംഘാംഗങ്ങളും ഇവിടെ എത്തിച്ചേരും. 7 മണിക്ക് വെട്ടം വീണ് തുടങ്ങുമ്പോൾ തെരച്ചിൽ നടത്താനാണ് തീരുമാനം. നിലവിലിപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് നിലമ്പൂർ പോത്തുകല്ലിലെ തിരച്ചിൽ നിലമ്പൂർ ഭാഗത്തും ആരംഭിക്കും എന്നുള്ളത് ഇപ്പോൾ ഒരു പുതിയ വിവരമായി പുറത്തു വരുന്നുണ്ട്. ചാലിയാർ തീരത്തും 7 മണിയോടുകൂടി തിരച്ചിലിന് ആരംഭം കുറിക്കും എന്നുള്ളതാണ് പറയുന്നത്. പുഴയുടെ മുകൾ ഭാഗങ്ങളിലും മൃതദേഹം ഒഴുകി വന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. അവിടെയെല്ലാം കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടത്തും. കൂടുതൽ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെടുക്കുകയാണെങ്കിൽ റീജിത്ത് നമുക്കത് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. ഈ കൊച്ച് കേരളത്തെ സംബന്ധിച്ച്, ചെറിയ ഗ്രാമത്തെ സംബന്ധിച്ച് ഇതുവരെ 135 റീജിത്ത് മരണസംഖ്യ. അത് തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് എന്ന് പറയാതിരിക്കാനാകില്ല. മരണസംഖ്യ ഉയർന്നേക്കും എന്ന് തന്നെയാണ് പറയുന്നത്. 186 പേർ നിലവിലിപ്പോൾ ചികിത്സയിലുണ്ട്. ഏതാണ്ട് 1000-നടുത്ത് പേർ ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. മേപ്പാടി വിംസിൽ 133 പേർ, മേപ്പാടി CHCയിൽ 28 പേർ ചികിത്സയിലുണ്ട്. മേപ്പാടി CHCയിലുള്ള 90 പേരുടെ മൃതദേഹങ്ങളുണ്ട്. അതിൽ 45 മൃതദേഹങ്ങൾ പുരുഷന്മാരുടെയും 45 മൃതദേഹങ്ങൾ സ്ത്രീകളുടേതുമാണ്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ 5 പേരാണ് ചികിത്സയിലുള്ളത്. നിലമ്പൂരിൽ 32 പേർ, ഇതിൽ 19 പേർ പുരുഷന്മാരും 11 പേർ സ്ത്രീകളും 2 കുഞ്ഞുങ്ങളുമാണ് റീജിത്ത് ഉള്ളത്. കൂടാതെ ഇവിടെ 25 ശരീരഭാഗങ്ങളുമുണ്ട്. 4 ശരീരഭാഗങ്ങൾ മേപ്പാടി CHCയിലുമുണ്ട്. ഒരു കാര്യം എടുത്തു പറയാൻ നിൽക്കുന്നുണ്ട് റീജിത്ത്, പക്ഷെ അത് വിശ്വസിക്കേണ്ട. ഈ പ്രദേശത്ത് മഴ മാറി നിൽക്കും, വീണ്ടും വരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ നിലവിലുള്ളത്. അതിനാൽ തന്നെ ഈ കാലാവസ്ഥയെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. റിജിത്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഈ 116 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. കുറേ അധികം പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കുറേ അധികം പേരുടെ ഈ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു റീജിത്ത്, കരയിൽ പോയി നിൽക്കണം, ആ പുഴയുടെ കരയിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ ഇന്നലെ മുഴുവൻ കണ്ട കാഴ്ച, മൃതദേഹങ്ങൾ ഇങ്ങനെ വരിവരിയായി വന്നുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ആർത്തനാദം മുഴക്കിയ ആളുകൾ ഇങ്ങനെ വലിയ കരച്ചിലും കൂട്ടവുമായി ആളുകൾ അവിടെ, ബന്ധുക്കൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. കുറേ അധികം പേർ അക്കരക്കരയിൽ ജീവൻ കയ്യിലെടുത്ത് പിടിച്ച് സൈന്യമൊന്ന് എത്തണേ, ഞങ്ങളെ ഒന്ന് കരക്കെത്തിക്കണേ എന്ന ഒരു അപേക്ഷാ മുഖവുമായി നിൽക്കുന്നു.
അങ്ങനെ സർവസ്വവും നഷ്ടപ്പെട്ട ഒരു മനുഷ്യായുസ്സിലുണ്ടാക്കിയത് മുഴുവൻ വെള്ളത്തിൽ പോയ ആളുകൾ വേറൊരു ഭാഗത്ത് ഈ അച്ഛനെ കാണാത്ത, മാതാപിതാക്കളെ കാണാത്ത, കുഞ്ഞുങ്ങളെ കാണാത്ത ഒട്ടനവധി ആളുകളെ നമുക്കവിടെ കാണാൻ സാധിച്ചു. ഒരു അച്ഛൻ്റെ വിലാപം നമ്മളവിടെ കേൾക്കുകയുണ്ടായി. തൻ്റെ കുഞ്ഞു മകളെ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു അച്ഛൻ വന്ന് കരഞ്ഞത് നമ്മുടെ മുന്നിലാണ് റീജിത്ത്. നമുക്കത് താങ്ങാൻ കഴിഞ്ഞില്ല, കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അത്ര ഹൃദയഭേദകമായ കാഴ്ചകൾക്കാണ് ഈ ഭൂമി എത്രയോ സുന്ദരമായിരുന്നെന്നറിയുമോ റീജിത്ത്? ഇതിൻ്റെ എത്രയോ വ്ളോഗുകൾ ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണെന്നറിയുമോ റീജിത്ത്? ഈ സ്ഥലം, ആ സ്ഥലം ഇന്നൊരു ശവപ്പറമ്പായി മാറി എന്ന് പറയുമ്പോൾ എത്രത്തോളം അത് വേദനിപ്പിക്കും എന്നുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകും റീജിത്ത്. ശ്രീകാന്ത്, ഇന്നലെ രാത്രി ദൗത്യം അവസാനിപ്പിച്ചെങ്കിലും രാത്രി ഏറെ വൈകിയും സജീവമായ കൂടിയാലോചനകൾ ഇന്നത്തെ ദൗത്യം എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് വെല്ലുവിളികൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കും. മുണ്ടക്കയിലെ മറുഭാഗത്തേക്ക് എത്തേണ്ട നില, അവിടെ തെരച്ചിൽ തുടരേണ്ട സാഹചര്യം, അതിനിടയിൽ തന്നെ വലിയ പാറക്കെട്ടുകൾ, ഒരാൾ പൊക്കത്തിലൊക്കെ ചെളിയൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന സാഹചര്യം, അവിടെ മണ്ണ് മാറ്റി അതിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന നടത്തുക എന്നുള്ളതൊക്കെ വലിയ വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ്. ഇന്നലെ നമ്മൾ താൽക്കാലിക പാലത്തിലും റോപ്പിലൂടെയും ഒക്കെയാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നവരൊക്കെ പുറത്തേക്ക് എത്തിച്ചത്. ഈ തെരച്ചിലിന് ഈ ദൗത്യ സംഘത്തിൻ്റെ സഹായം എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അത് അവിടേക്ക് എത്തിക്കാനുള്ള ഒരു വഴി ഇപ്പോഴുണ്ടോ? അതൊരു വെല്ലുവിളിയായി നിൽക്കുന്ന നിലയുണ്ടോ ശ്രീകാന്ത്? റീജിത്ത്, ഇതൊരു സന്ദേശം എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് ഈ ദുരന്ത സ്ഥലത്ത് കാഴ്ച കാണാൻ എത്തുന്ന ഒട്ടനവധി പേരുണ്ട്. അത് അവർ സ്വയം ഒരു ദുരന്തമായി മാറുന്നു എന്നുള്ളതാണ് ഇന്നലെ ഇവിടെ കണ്ട കാഴ്ച. കാരണം ഈ ആളുകളൊക്കെ തന്നെ, ഈ ആംബുലൻസുകളൊക്കെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ അവർക്ക് പോകാൻ ഇട നൽകാത്ത വണ്ണം ഈ ആളുകൾ ഫോണിൽ ഫോട്ടോ എടുക്കാനും അതിനും ഇതിനുമൊക്കെ വന്നു നിൽക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരും രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും സൈന്യവും ഒക്കെ ഇവിടെ നിൽക്കുന്നത് കൃത്യമായ വിവരം നൽകാനാണ്. ഈ മാധ്യമപ്രവർത്തകർ അപ്പോൾ എന്തിനു നിൽക്കുന്നു എന്നൊരു ചോദ്യം കൂടി ഒരു പക്ഷേ ഉയർന്നേക്കാം. അതിനൊരു ഉത്തരമുണ്ട്. കാരണം ഈ വീട്ടുകാരൊക്കെ വന്ന് കാണുന്നത് ഇവിടെ മാധ്യമപ്രവർത്തകരെയാണ്. ഫോട്ടോകൾ നമ്മളെ ഏൽപ്പിക്കാറുണ്ട്. ഇന്ന സ്ഥലത്താണ് എൻ്റെ വീടുണ്ടായിരുന്നതെന്ന് പറയാറുണ്ട്. ഈ ഫോട്ടോയൊന്ന് കൊടുക്കണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. അത് നമ്മൾ വെച്ച് വാർത്തകൾ നൽകാറുണ്ട്. അതായത് കാണാതെ പോയ ആളുകൾ, ഏതെങ്കിലും ക്യാമ്പിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, എവിടെയെങ്കിലും രക്ഷപ്പെടുത്തി മാറ്റപ്പെട്ടവർ, അങ്ങനെ നിരവധി പേർക്ക് വഴികാട്ടികളാകുന്നത് മാധ്യമങ്ങളാണ് ഈ മേഖലകളിൽ. അതുകൊണ്ട് നമ്മളെ കൃത്യമായി ഇവിടെ അലോ ചെയ്യുന്നുണ്ട്. നമ്മളത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനി സന്നദ്ധ പ്രവർത്തകർ ഇവിടെ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. അവർ ഈ സൈന്യത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് അവർ ഉണ്ടായേ തീരൂ. സൈന്യവും NDRFും ഫയർഫോഴ്സും ശ്ലാഘനീയമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇന്നലെ വ്യോമസേനയുടെ വീറുറ്റ പ്രവൃത്തി നമ്മൾ കണ്ടതുമാണ്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു. 800-ലധികം പേരെ മുണ്ടക്കൈ ഭാഗത്തു നിന്നടക്കം രക്ഷപ്പെടുത്തി ക്യാമ്പുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഒറ്റപ്പെട്ട് കഴിഞ്ഞവരും പരിക്കേറ്റവരുമായ മുഴുവൻ പേരെയും ആ പ്രദേശത്തു നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട്. കിട്ടിയ മൃതദേഹങ്ങൾ, കണ്ണിൽ കണ്ട മൃതദേഹങ്ങൾ, കൺമുന്നിലുണ്ടായിരുന്നവയെല്ലാം തന്നെ റിക്കവർ ചെയ്ത് വീണ്ടെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിനി ചെയ്യാനുള്ളത് ഈ ഭൂമിക്കടിയിൽ, മണ്ണിനടിയിൽ, കോൺക്രീറ്റുകൾക്കിടയിൽ, ഈ ഉരുളൻ കല്ലുകൾക്കിടയിലൊക്കെ പെട്ടുപോയ ഹതാഹിരായ ജീവിതങ്ങളുണ്ട്. അവരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളതായിരിക്കും ഇന്ന് പ്രധാനമായും ചെയ്യാനുണ്ടാവുക. ഒരു പക്ഷേ ഈ കോൺക്രീറ്റ് പാളികൾക്കിടയിലൊക്കെ നമ്മൾ മുൻപൊക്കെ കേട്ടിട്ടുണ്ട്, 5-6 ദിവസമൊക്കെ കുടുങ്ങിക്കിടന്ന ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകൾ, ഭാഗ്യവാന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർ ഉണ്ടാകട്ടെ ഈ പ്രദേശത്ത് എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു. ഇന്ന് ആ ഭാഗം കേന്ദ്രീകരിച്ച് വ്യാപക തിരച്ചിൽ, മുണ്ടക്കൈയിലേക്ക് ഇന്ന് സൈന്യമെത്തും. അവിടെ വ്യാപക തിരച്ചിൽ സന്നദ്ധ പ്രവർത്തകരുടെ കൂടി നേതൃത്വത്തിൽ നടക്കും. ഇന്നലെ ഉരുൾപൊട്ടൽ ഭീതി നിലനിന്നിരുന്നു, മഴ നിലനിന്നിരുന്നു. ആ ഘട്ടത്തിൽ അവിടെ ഇറങ്ങിയുള്ള ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിക്ക് അവിടെ തെരച്ചിൽ ആരംഭിക്കുമെന്നുള്ളതാണ്. 6 മണിയോടുകൂടി തന്നെ ദൗത്യ സംഘാംഗങ്ങൾ അവിടേക്ക് എത്തുകയും വെളിച്ചം വീണാൽ 7 മണിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അവിടെ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. മരണസംഖ്യ 135 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്ക്. 186 പേർ ചികിത്സയിലുണ്ട്. സൈന്യത്തിൻ്റെ കൂടുതൽ സംഘം ഇന്ന് എത്താൻ പോകുന്നു. കാണാതായവരുടെ പട്ടിക അത് ശേഖരിക്കുകയാണ്. അതിപ്പോഴും പൂർണ്ണമായിട്ടില്ല. തങ്ങളുടെ ഉറ്റവരെ കാണാനില്ല എന്നുള്ള പരാതിയുമായി അതിൻ്റെ വിവരങ്ങൾ തേടിക്കൊണ്ട് ക്യാമ്പുകളിൽ, ആശുപത്രികളിലൊക്കെ എത്തുന്നവരുടെ ഹൃദയഭേദകമായ കാഴ്ച അവിടെ നിന്നെങ്ങും രാത്രി ഏറെ വൈകിയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇന്ന് മന്ത്രിസഭായോഗം ചേരാൻ പോകുന്നു. വയനാട്ടിലെ സാഹചര്യം വിലയിരുത്താൻ പോകുന്നു. അങ്ങനെ മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളും ഒക്കെ ഇന്ന് നടക്കുന്നുണ്ട്.
116 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു. ഇന്നത്തെ മണ്ണ് മാറ്റിയുള്ള പരിശോധന, അതിന് കാലാവസ്ഥ കൂടി അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ദൗത്യസംഘത്തിനുണ്ട്. അവിടെ പക്ഷേ ഈ വലിയ കെട്ടിടങ്ങളും പാറക്കൂട്ടങ്ങളും ഒക്കെ തകർന്നു കിടക്കുന്നതിനിടയിൽ ഒരു മനുഷ്യ സാന്നിധ്യം തേടിയുള്ള തെരച്ചിൽ അത് വലിയ വെല്ലുവിളി നിറഞ്ഞതാണ്. കൂടുതൽ എന്തെങ്കിലും സംവിധാനങ്ങൾ ആ മണ്ണ് മാറ്റുന്നതിനൊക്കെ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കൂടിയാലോചനയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേക ഡോഗ് സ്ക്വാഡിന്റെ സഹായം തേടാനുള്ള നീക്കവും ഉണ്ടാകുന്നു എന്നുള്ള വിവരം ഇന്നലെ പുറത്തു വന്നിരുന്നു. ഡോഗ് സ്ക്വാഡ് ഇന്ന് എത്തുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല.